എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERT പാഠഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോളജിയിലെ, അതായത് ബേസിക് സയൻസിലെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിൻ്റെ പേരാണ് ആഹാരത്തിലൂടെ ആരോഗ്യം. ആഹാരത്തിലൂടെ ആരോഗ്യം. അപ്പോൾ ഇതാണ് ചാപ്റ്ററിൻ്റെ തുടക്കം. നമുക്ക് SCERT കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ എല്ലാ ടോപ്പിക് വൈസ് എടുക്കുമ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമാക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, എങ്കിലും അത്യാവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. പോഷകാഹാരം ഉറപ്പാക്കണം. മനസ്സിലായോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദിക്കേണ്ടത്. നോക്കിയോ, നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോഷകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോഷകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിൻസ്, മിനറൽസ്, ധാതുക്കൾ. ഓക്കെ, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് എന്താണ്, ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. പോഷകങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെയാണ് നമ്മൾ പോഷകങ്ങൾ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട പോഷകങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് ജലം ഒരു പോഷകമായിട്ട് കണക്കാക്കുന്നില്ല എങ്കിലും നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനമായിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നാരുകൾ ഈ പറഞ്ഞ പോലെ ന്യൂട്രിയൻസിൽ പെടുന്നതല്ലെങ്കിലും അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകങ്ങൾ ഒന്ന് തന്നെയാണ് എന്ത്? നാരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയാണ്, ഇതിൻ്റെ എത്രത്തോളം നമുക്ക് എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം, ഓരോന്നിൻ്റെ പ്രാധാന്യം എന്ത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ്ട് ഭക്ഷണത്തിലെ അടിസ്ഥാന ഘടകം പോഷക വസ്തുക്കളാണ്, ഈ ന്യൂട്രിയൻസ് ആണ്. ശരീരത്തിന് വേണ്ടതും കൂടുതൽ അളവിൽ ആവശ്യമുള്ളതുമായ പോഷകഘടകങ്ങളെ സ്ഥൂല പോഷകങ്ങളെന്നും കുറഞ്ഞ അളവിൽ നിർബന്ധമായും ലഭിക്കേണ്ട പോഷകഘടകങ്ങളെ സൂക്ഷ്മ പോഷകങ്ങളെന്നും വിളിക്കുന്നു. അപ്പോൾ ഈ പോഷകങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോഷകങ്ങളുണ്ടല്ലോ, അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്ഥൂല പോഷകമെന്നും സൂക്ഷ്മ പോഷകമെന്നും. മനസ്സിലായോ? മാക്രോ ന്യൂട്രിയൻ്റ് എന്നും മൈക്രോ ന്യൂട്രിയൻ്റ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ട് വേണ്ടുന്നതും കുറച്ച് കൂടുതൽ അളവിൽ വേണ്ടുന്നതിനുമാണ് നമ്മൾ സ്ഥൂല പോഷകങ്ങളെന്ന് വിളിക്കുന്നത്. കുറഞ്ഞ അളവിൽ വേണ്ടുന്നതിനെയൊക്കെയാണ് നമ്മൾ സൂക്ഷ്മ പോഷകങ്ങളെന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ വിറ്റാമിൻസ്, മിനറൽസ്, അതെല്ലാം എന്ത് മതി? കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്ഥൂല പോഷകങ്ങൾക്ക് എക്സാമ്പിളാണ് ഇതൊക്കെ: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, ഫാറ്റ് എന്നൊക്കെ പറയുന്നത്. സ്ഥൂല പോഷകങ്ങളുടെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? വിറ്റാമിൻസ്, മിനറൽസ്, ലവണങ്ങൾ. മനസ്സിലായോ? വിറ്റാമിനുകൾ, ധാതുക്കൾ, ലവണങ്ങൾ. മനസ്സിലായി? ഇതൊക്കെ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളാണ്. ഓക്കെ, ഫോർട്ടിഫൈഡ് റൈസ് എന്താണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച അരി എന്ന് പറയും. ഫോർട്ടിഫൈഡ് റൈസ് അല്ലെങ്കിൽ എന്ത് പറയും? സമ്പുഷ്ടീകരിച്ച അരി എന്ന് പറയും. സാധാരണ അരിയിൽ ചില ആവശ്യം പോഷകങ്ങൾ, അതായത് വിറ്റാമിനും ധാതുക്കളും അധികമായി ചേർത്ത് പോഷക നിലവാരം മെച്ചപ്പെടുത്തിയതാണ്. പ്രധാനമായും പോഷകാഹാര കുറവ് പരിഹരിക്കാനും വളർച്ച, വിറ്റാമിൻ B12 കുറവ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് സാധാരണ അരിയിൽ ചില ആവശ്യ പോഷകങ്ങൾ അധികമായി ചേർത്ത് പോഷക നിലവാരം മെച്ചപ്പെടുത്തുന്നതാണ് എന്ത്? ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ അരിയിൽ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കും. അതാണ് ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പോഷകാഹാര കുറവ് പരിഹരിക്കാൻ, വിളർച്ച, അനീമിയ പരിഹരിക്കാൻ, വിറ്റാമിൻ B12 കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സാധാരണയായി
ഫോളിക് ആസിഡ്, അതായത് വിറ്റാമിൻ B9 ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? B9 ആണ്. മനസ്സിലായോ? വിറ്റാമിൻ B12 എന്നിവയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഫോർട്ടിഫൈഡ് റൈസിനകത്ത് കാണപ്പെടുന്ന സാധാരണയായി കാണപ്പെടുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാ? B12ഉം B9ഉം ആണ്. ഓക്കെ. ഇനി അരി സാധാരണ അരിയെ പോലെ തന്നെ രുചിയിലും മണത്തിലും രൂപത്തിലും കാണപ്പെടും. റേഷൻ കടയിലൂടെയും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലൂടെയും ഇപ്പോൾ ഫോർട്ടിഫൈഡ് റൈസ് വിതരണം ചെയ്യാറുണ്ട്. ഈ അരിയിൽ കാണുന്ന വെളുത്ത അരിമണികൾ ഈ ഫോർട്ടിഫൈഡ് റൈസിൻ്റെതാണ്. ഇത് അരി വൃത്തിയാക്കുമ്പോൾ കളയരുതെന്ന് രക്ഷിതാക്കൾ നിർബന്ധമായും നിർദ്ദേശം കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓരോ പോഷകങ്ങളെ പറ്റി ഇനി പഠിക്കാൻ പോവാണ്. ആദ്യത്തെയാണ് കാർബോഹൈഡ്രേറ്റ്. നോക്കാം. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊർജ ഉൽപാദനമാണ്. മനസ്സിലായോ? ഊർജ ഉൽപാദനം. ഊർജ ഉൽപാദനമാണ് എന്തിൻ്റെ പ്രധാന ജോലി? ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഓക്കെ. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് വസ്തുക്കളിൽ കാണപ്പെടുന്നു. അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ പല വെർഷൻസ് ആണ്, പല രൂപങ്ങളാണ് എന്ത്? അന്നജം, പഞ്ചസാര. അത് നമ്മുടെ ഈ അന്നജം എന്നൊക്കെ പറയുന്ന സസ്യങ്ങളിൽ വരുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപമാണ് അന്നജം എന്ന് പറയുന്നത്. അതേപോലെ പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസിൻ്റെ ഒരു പ്രത്യേകത ഓർത്ത് വെച്ചോണം. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലോസ് ആണ്. സെല്ലുലോസ്. രണ്ടാം സ്ഥാനം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈറ്റിൻ ആണ് കേട്ടോ. കൈറ്റിൻ. ഓക്കെ. അപ്പം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് സെല്ലുലോസ്. രണ്ടാം സ്ഥാനത്തുള്ളത് കൈറ്റിനാണ്. സെല്ലുലോസിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടെ ഓർത്തു വെച്ചോണം. മനുഷ്യനിൽ ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ചോദിച്ചു കഴിഞ്ഞാലും അത് തന്നെ സെല്ലുലോസ് ആണ്. ഓക്കെ. അപ്പം ബാക്കി നോക്കാം. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്ത് തന്നെ? അന്നജമാണ്. ഓക്കെ. അന്നജൻ അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. അന്നജത്തിൻ്റെ അളവനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് എന്ത്? അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അയഡിൻ ടെസ്റ്റ് നമ്മുടെ അന്നജത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഏത്? അയഡിൻ ടെസ്റ്റ്. അതായത് അന്നജം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് നീല നിറമായിട്ട് മാറും. ഒരു ഇരുണ്ട നീല നിറത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിനകത്ത് സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ടെന്ന അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇത് ഇത്രയും ഓർത്ത് വെച്ചോണം. ഓക്കെ. ഇനി ചെറുധാന്യങ്ങൾ എന്താണെന്ന് ഓർത്ത് വെച്ചോണം. ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പുൽവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. പുൽവർഗത്തിൽപ്പെട്ട വിളകളാണ് എന്ത്? ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അരി, ഗോതമ്പ് ഇതിനെയൊക്കെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീന്, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. അതായത് ചെറുധാന്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ എന്തിൻ്റെ അളവ് കൂടുതലായിരിക്കും? ഇവിടെ അരിയിലും ഗോതമ്പിലും ഉള്ള പോലെ അല്ല. ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ്, വിറ്റാമിൻ്റെ അളവ്, ധാതു ലവണങ്ങളുടെ ഒക്കെ അളവ് കൂടുതലായിരിക്കും. മനസ്സിലായോ? നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മനസ്സിലായോ? അതായത് ഫൈബർ, നാരുകൾ അടങ്ങിയതാകുമ്പം നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ളതാണ് എന്ത്? നാരുകളടങ്ങിയ ആഹാരം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടി മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങി. റാഗി, ബജ്റ, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പം നമ്മുടെ ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ് വിഭാഗത്തിൽ പെടുന്ന ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗി, ബജ്റ, തിന, ചോളം, ചാമ ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ മില്ലറ്റ്സിന് എക്സാമ്പിളാണ്. ഓക്കെ. അതിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇതിനകത്ത് സമ്പന്നമായിട്ടുണ്ട്. മനസ്സിലായോ? അത് ഓർത്തു വെച്ചോണം. അതേപോലെ ഉരുളക്കിഴങ്ങ്, ഏത്തപ്പഴം, മുട്ട, കപ്പ, മുതിരക്കിഴങ്ങ് എന്നിവയിൽ വേവിച്ചതിൽ നിന്നും അല്പം വീതം എടുത്ത് ഓക്കെ. നമ്മുടെ പോഷക വസ്തുക്കളുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സാണ് കാർബോഹൈഡ്രേറ്റ്.
കാർബോഹൈഡ്രേറ്റ്. അതിനകത്ത് ഏതാണ്ട് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾ കൃത്യമായ അനുപാതത്തിൽ ചേർന്നതാണ് കാർബോഹൈഡ്രേറ്റ്. ഇത് ഓർത്തോണം. കാർബോഹൈഡ്രേറ്റിലെ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത് ചേരുന്നതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഊർജം പ്രദാനം ചെയ്യുന്നത് കൂടാതെ കൊഴുപ്പിന്റെ ഓക്സീകരണത്തിനും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളുടെ നിർമ്മാണത്തിനും കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ് എന്തിനൊക്കെയാണ് സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പിൻ്റെ ഓക്സീകരണത്തിന് വേണ്ടിയിട്ട്, കൊഴുപ്പിൻ്റെ ഓക്സിഡേഷന് സഹായിക്കുന്നുണ്ട്. അതേപോലെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ, അമിനോ ആസിഡ് എസെൻഷ്യലും നോൺ എസെൻഷ്യലും, ആ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ നിർമ്മാണത്തിനും ആര് സഹായിക്കുന്നുണ്ട്? ഈ കാർബോഹൈഡ്രേറ്റ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? സസ്യജന്യ വസ്തുക്കളിൽ നിന്നാണ് പ്രധാനമായും കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലും കിട്ടുന്ന എവിടുന്ന? സസ്യജന്യ വസ്തുക്കളിൽ നിന്നാണ് കൂടുതലും കിട്ടുന്നത്. മനസ്സിലായോ? കാർബോഹൈഡ്രേറ്റുകളിൽ സംസ്കൃത കാർബോഹൈഡ്രേറ്റും അതേപോലെ തന്നെ അസംസ്കൃത കാർബോഹൈഡ്രേറ്റും ഉണ്ട്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്നും അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്നും പറയും. മനസ്സിലായോ? ഓക്കെ. സംസ്കരണ പ്രക്രിയയിലൂടെ പല മാറ്റങ്ങളും വരുത്തി നാം ഉപയോഗിക്കുന്നവയാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യുന്നത്? അത് ഒരുപാട് പ്രക്രിയയിലൂടെ കടത്തിവിട്ട് ഇതിനെന്ത് ചെയ്യും? റിഫൈൻ ചെയ്ത് വയ്ക്കും. അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുമായിരിക്കും. മനസ്സിലായോ? കാഴ്ചയിൽ അത് ആകർഷകമായിരിക്കും. എന്നാൽ സംസ്കരണത്തിന് വിധേയമാകുമ്പോൾ അവിടെ വിറ്റാമിനുകൾ, നാരുകൾ എന്നിവ വലിയ തോതിൽ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ അതിനുപയോഗിക്കുന്ന രാസവസ്തുക്കളും ശരീരത്തിന് ദോഷകരമാണ്. ഉദാഹരണത്തിന് മൈദ, പഞ്ചാര ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമായിട്ട് മാറും. മനസ്സിലായോ? ഗോതമ്പ്, കുത്തരി, ശർക്കര തുടങ്ങിയ നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുള്ള അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളാണ് ആരോഗ്യത്തിന് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചിരുന്നാൽ മതി. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ഉണ്ട്, അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ഉണ്ട്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ്. അതായത് കുറേ പ്രക്രിയയിലൂടെ അതെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ റിഫൈൻ ചെയ്യുന്നുണ്ട്. കാണാൻ നല്ല ആകർഷകമായിട്ടുള്ള, കാണാൻ ഭംഗിയൊക്കെ ഉള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ദോഷവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പം എന്ത് സംഭവിക്കും? അതിനകത്തുനിന്ന് നല്ല രീതിയിൽ ധാതുക്കളുടെയും ലവണങ്ങളുടെയൊക്കെ നഷ്ടം സംഭവിക്കും. മനസ്സിലായോ? നഷ്ടം സംഭവിക്കുന്നത് മാത്രമല്ല, ഇത് റിഫൈൻ ചെയ്ത് വരുമ്പോഴത്തേനും ആ പ്രക്രിയയിൽ വരുമ്പം ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യും. മനസ്സിലായോ? കെമിക്കൽസ് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള പല പദാർത്ഥങ്ങളും ആഡ് ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുകയാണ് മൈദ, പഞ്ചസാര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷകരമാവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നമ്മൾക്ക് എപ്പോഴും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഏത് തന്നെയാണ്? അൺറിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ. ഇനി അടുത്തത് പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്. പ്രോട്ടീൻ ദാണ്ടെ ഒരു ഡോക്ടറിനെ അടുത്ത് കണ്ട് ചോദിക്കുന്നതാണ്. ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്താ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നത് നോക്കിയേ? കുട്ടിക്ക് വളർച്ചാ കുറവുണ്ട്. കുട്ടിക്ക് എന്ത് കുറവുണ്ട്? വളർച്ചാ കുറവുണ്ട്. അതുകൊണ്ട് മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണമെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് വളർച്ചാ കുറവുണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താ? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീര നിർമ്മിതിക്ക് എന്തിനു സഹായിക്കുന്നു? ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്നു. ശരീര നിർമ്മിതിക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടീനാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആണ്ടേ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഊർജ്ജ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നുണ്ട്. നമ്മുടെ പ്രോട്ടീൻ്റെ പ്രധാന ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ? ശരീര നിർമ്മിതിയാണ്. പക്ഷേ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ അമിനോ ആസിഡിൽ നിന്നും അത് എന്തുണ്ടാക്കുന്നുണ്ട്? ഈ ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിച്ച് ഊർജ്ജം ഉൽപ്പാദനത്തിന് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ള ഈ കാര്യം ഒന്നും ഓർത്ത് വെച്ചോണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ഹോർമോൺസ് ഒക്കെ പഠിക്കുമല്ലോ. അപ്പം ഈ ഒരു പോയിന്റ് ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. ഇനി പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? ക്വാഷിയോർക്കർ. അപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് എന്തൊക്കെ? ക്വാഷിയോർക്കറും മരാസ്മസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതും ഓർത്ത് വെച്ചോണം. ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഇതൊക്കെ PYQ ആണ്. ക്ലിയർ? അടുത്ത് നോക്കാം.
ഇതിനകത്ത് വസ്തുക്കളും അതേപോലെ പ്രോട്ടീൻ്റെ അളവുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം പഠിച്ചില്ലെങ്കിലും എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ദാണ്ടെ ചെറുപയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അരിയിൽ എത്ര ഉണ്ട്? 6.8 ഗ്രാം ഉണ്ട്. ഗോതമ്പിൽ 11.8 ഗ്രാം ഉണ്ട്. കശുവണ്ടിയിൽ 21.2 ഗ്രാം ഉണ്ട്. ഇതൊന്നും ഓർത്ത് വെച്ചോണം. കശുവണ്ടിയിൽ 21.2 ഗ്രാം ഉണ്ട്. മത്തിയിൽ ചോദിച്ചിട്ടുള്ളതാണ് 19.6 ഗ്രാം ഉണ്ട്. താറാവിൽ 21.6. താറാവ് മുട്ട എടുത്തു കഴിഞ്ഞാൽ 13.5. കോഴിമുട്ടയിൽ 13.3. ആട്ടിറച്ചിയിൽ 21.4. പശുവിൻ പാലിന് തീരെ കുറവാണ്, 3.2 ഉള്ളൂ. ഇനി ചെറുപയറിനകത്ത് 24 ഉണ്ട്. നിലക്കടലയിൽ 17.1 ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ 4 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. മനസ്സിലായോ? കൂട്ടത്തിൽ പ്രധാനമായിട്ട് തോന്നുന്ന 4 എണ്ണമാണ് ഈ വരച്ച് തന്നേക്കുന്നത്. അതിനകത്ത് ചെറുപയർ ചോദിച്ചിട്ടുണ്ട്, മത്തി ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചോണം. ഓക്കെ, ക്ലിയർ? അടുത്തത് നോക്കിക്കോ. ഓക്കെ, പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനം പ്രോട്ടീൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20% പ്രോട്ടീൻ. മനസ്സിലായോ? പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ 20% എന്തുണ്ട്? പ്രോട്ടീൻ വരുന്നുണ്ട്. ഈ പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് ലഘു ഘടകങ്ങളായ അമിനോ ആസിഡുകൾ ഉപയോഗിച്ചിട്ടാണ്. മനസ്സിലായോ? 20ഓളം അമിനോ ആസിഡുകൾ ചേർത്താണ് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. മനസ്സിലായോ? സിമ്പിളായിട്ടുള്ള 20 അമിനോ ആസിഡുകൾ വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉപയോഗിച്ചാണ് 20 അമിനോ ആസിഡുകൾ ആണ് മനുഷ്യ ശരീരത്തിൽ ഒരു പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇതിൽ 9 എണ്ണം ആവശ്യ അമിനോ ആസിഡും, അതായത് എസെൻഷ്യൽ അമിനോ ആസിഡും എന്നറിയപ്പെടുന്നു. ഇവ മനുഷ്യ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. അത് കൊണ്ട് തന്ന നാം കഴിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലൂടെയാണ് ആവശ്യം അമിനോ ആസിഡ് നമുക്ക് ലഭിക്കേണ്ടത്. ഇനി മനുഷ്യൻ്റെ പോഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകഘടകമാണ് പ്രോട്ടീന്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. മനസ്സിലായോ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, കോൺസ്. ഇങ്ങനെ ഓർത്താൽ മതി. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് കോമ്പൗണ്ടാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചില പ്രോട്ടീനുകളിൽ ഫോസ്ഫറസും ഇരുമ്പും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഓർത്തോണം. അമിനോ ആസിഡ് നിർമ്മിക്കാൻ പ്രോട്ടീനെ നിർമ്മിക്കാൻ എത്ര അമിനോ ആസിഡ് വേണം? 20 അമിനോ ആസിഡ് വേണം. അതിനകത്ത് ഈ 20 എണ്ണത്തിൽ 9 എണ്ണം എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. 9 എണ്ണം ആവശ്യ അമിനോ ആസിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കത്തില്ല. അതായത് നമ്മുടെ ശരീരത്തിലെ റൈബോസോം എന്തുണ്ടാക്കുന്നുണ്ട്? ഈ പറഞ്ഞ പ്രോട്ടീനെ നിർമ്മിക്കുന്നുണ്ട്, അല്ലയോ? അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല? ഈ 9 ആവശ്യ അമിനോ ആസിഡുകൾ ഉണ്ടാക്കുന്നില്ല. മനസ്സിലായോ? അത് നമുക്ക് ഭക്ഷണത്തിലൂടെയും മറ്റുമാണ് കിട്ടുന്നത്. ഓക്കെ, ബാക്കിയുള്ള അമിനോ ആസിഡുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് കൊഴുപ്പ്, ഫാറ്റ്. കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. അപ്പം ഊർജം ഏറ്റവും കൂടുതൽ തരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊഴുപ്പാണ്. മനസ്സിലായോ? കൊഴുപ്പാണ്. അതായത് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ അടങ്ങിയ ഉയർന്ന അളവിൽ ഊർജം പ്രദാനം ചെയ്യുന്ന സംയുക്തങ്ങളാണ് കൊഴുപ്പുകൾ. എന്നിരുന്നാലും ഊർജത്തിന് വേണ്ടി പ്രധാനമായും കൊഴുപ്പിനെ ആശ്രയിക്കുന്നില്ല. 20 ഡിഗ്രി താപനിലയിൽ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവ കൊഴുപ്പെന്നും ഇതേ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണ എന്നും അറിയപ്പെടുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് പറയുന്നത്. 20 ഡിഗ്രി താപനിലയിൽ ഖരാവസ്ഥയിൽ കാണുന്നതിനെയാണ് നമ്മൾ കൊഴുപ്പെന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതേ ടെമ്പറേച്ചറിൽ തന്നെ ദ്രാവകാവസ്ഥയിൽ കാണുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? എണ്ണ എന്ന് വിളിക്കും. ഓക്കെ, മൃഗ കൊഴുപ്പുകളാണ് നെയ്യ്, വെണ്ണ, പാല്, മാംസം, മുട്ട, പാൽക്കട്ടി എന്നൊക്കെ പറയുന്നത്. സസ്യജന്യ കൊഴുപ്പുകളാണ് ചില സസ്യങ്ങൾ അവയുടെ വിത്തിൽ കൊഴുപ്പ് സംഭരിക്കാറുണ്ട്. അതായത് നിലക്കടല, കടുക്, എള്ള്, തേങ്ങ, ഇതിനകത്തൊക്കെ എന്താ സസ്യജന്യമായിട്ടുള്ള കൊഴുപ്പുകളാണ്. ഓക്കെ, അപ്പോൾ ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോളണം. ഫാറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളെ ഉൾഭിത്തിയെ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരാവസ്ഥകളിലേക്ക് പോകുന്നു. അതാണ് അതീറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ എന്താ? അതീറോസ്ക്ലിറോസിസ്.
അതീറോസ്ക്ലീറോസിസ്. ഇത് കുറേ നാൾ തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്ത്? ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കൊളസ്ട്രോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിമിതമായ കൊഴുപ്പിൻ്റെ തന്നെ വേറൊരു രൂപമാണ്. നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ട് ആണ്, പക്ഷേ ഇതിൻ്റെ അളവ് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്നതാണ്. മനസ്സിലായോ? കൊളസ്ട്രോളിന് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് ലിപ്പോ പ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളുടെ സഹായം വേണം. അപ്പോൾ ഈ കൊളസ്ട്രോൾ രക്തത്തിലൂടെ പോകണമെങ്കിൽ എന്ത് വേണം? ലിപ്പോ പ്രോട്ടീനുകൾ എന്ന് പറയുന്ന വാഹക, അതായത് കൊണ്ടുപോകുന്ന പ്രോട്ടീൻസ്, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസിന് ആവശ്യമുണ്ട്. ഈ പ്രോട്ടീനുകൾ 2 തരത്തിലാണ് വരുന്നത്. LDL-ഉം HDL എന്നും പറഞ്ഞു വരും. അതായത് LDL എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ എന്നും HDL എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കൊളസ്ട്രോൾ എന്നുമെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ LDL കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ? ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണെന്നാ. HDL എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നതാണ്. മനസ്സിലായോ? ഇത് രണ്ടും ഈ 2 പ്രോട്ടീനുകളാണ് എന്ത്? ഈ ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവരുണ്ടെങ്കിൽ ഇത് രക്തത്തിലൂടെ കൊളസ്ട്രോൾ എന്ത് ചെയ്യത്തുള്ളൂ? യാത്ര ചെയ്യത്തുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് വിറ്റാമിൻസ്. വിറ്റാമിൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ വിറ്റാമിൻസ് ആണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും ആൾ പോകുന്നു. ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, മോണയിലെ രക്തസ്രവം വിറ്റാമിൻ്റെ കുറവും ഉണ്ടാവാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. അതായത് മോണയിലെ രക്തസ്രവം എന്തിന് കാരണമാണ്, അല്ലെങ്കിൽ എന്ത് രോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കർവിയാണ്. ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. മനസ്സിലായോ? അന്നേരം കുട്ടി ചോദിക്കുന്നുണ്ട്, വൈറ്റമിൻ എയും ബിയും ഒക്കെ ഉണ്ടല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദാണ്ടെ വൈറ്റമിൻ, നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട വൈറ്റമിനുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ഓക്കെ, അതായത് വൈറ്റമിൻസ് എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്. ഇതിൻ്റെ ലേത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തിൽ ലയിക്കുന്നതുകൊണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നതുകൊണ്ട്. ജലത്തിൽ ലയിക്കുന്നത് ഏതൊക്കെയാ? ബിയും സിയുമാണ്. ബി കോംപ്ലക്സും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാ? കൊഴുപ്പ് കേട എന്നോർത്താൽ മതി. കൊഴുപ്പ് ശരീരത്തിന് കേട എന്നോർത്താൽ മതി. അപ്പം ADEK അല്ലെങ്കിൽ KEDA, ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ഓക്കെ, നാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു നോക്കിയോ. വിറ്റാമിൻ എ എന്തിനൊക്കെ സഹായിക്കുന്നു? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വിറ്റാമിൻ എ. പ്രധാനമായിട്ടും കണ്ണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, വിറ്റാമിൻ ബി എന്താ? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. നാഡീ വ്യവസ്ഥയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് എന്ത്? വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അതിനകത്ത് ബി ഏതെടുത്താലും, ബി കോംപ്ലക്സിൽ ഏതെടുത്താലും എന്ത് തന്നെ? നാഡീ വ്യവസ്ഥയ്ക്കുള്ളതാണ്. ഇനി വൈറ്റമിൻ സി എന്താ? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിന്, രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ സഹായിക്കുന്നതാണ് എന്ത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. കൂടാതെ ഇരുമ്പിൻ്റെ ആഗിരണം ഒക്കെ സഹായിക്കുന്ന ആരാ? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ ഡി എന്താ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്, അതേപോലെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക്, അതും കൂടെ ഓർത്ത് വെച്ചോണം. പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ കെയോ? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ പറഞ്ഞ വൈറ്റമിൻ കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ധർമ്മങ്ങൾ, വൈറ്റമിൻസിൻ്റെ ധർമ്മങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനകത്ത് വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും ഒന്ന് നോക്കാം. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ പ്രധാന സോഴ്സാണ് എന്ത്? സൂര്യപ്രകാശം. അതായത് സൂര്യപ്രകാശത്തിനകത്തുള്ള UV രശ്മികളില്ലയോ, ഈ UV രശ്മി നമ്മുടെ സ്കിന്നിനകത്ത് വീണ് ആ സ്കിന്നിൻ്റെ അടിയിൽ എന്തുണ്ട്? കൊഴുപ്പുണ്ട്. ആ കൊഴുപ്പിൽ ലയിച്ചിട്ടാണ് വൈറ്റമിൻ ഡി ആയിട്ട് അല്ലെങ്കിൽ കാൽസിഫെറോളായിട്ട് മാറുന്നത്. മനസ്സിലായോ? ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന്, രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വൈറ്റമിനാണ് എന്ത്? വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ സിയും രോഗപ്രതിരോധ ശേഷിക്ക് വേണം, വൈറ്റമിൻ ഡിയും വേണം. മനസ്സിലായോ? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് കുട്ടികളിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കാൽഷ്യത്തിൻ്റെ അളവ് കുറയും. കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് പറ്റും? അസ്ഥികൾ ദുർബലമായിട്ട് വളയാൻ തുടങ്ങും. ആ വളയാൻ തുടങ്ങുന്ന അവസ്ഥയാണ് കണ എന്ന് പറയുന്നത്. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്, ഇംഗ്ലീഷിൽ റിക്കറ്റ്സ് എന്ന് പറയും. അല്ലെങ്കിൽ വേറൊരു പേര് ഓർത്ത് വെച്ചോണം, പിള്ളവാതം എന്ന് പറയും. പിള്ളവാതം. മനസ്സിലായോ? പിള്ളവാതം എന്ന് ഓർത്ത് വെച്ചോണം. പിള്ളവാതം എന്ന് പറയുന്നത് പോളിയോനെയും നമ്മൾ പിള്ളവാതം എന്ന് പറയാറുണ്ട്. അപ്പം വിറ്റാമിൻ എന്ന രീതിയിൽ ചോദിക്കുവാണെങ്കിൽ പിള്ളവാതം ആരെ അറിയപ്പെടുന്നത്? വൈറ്റമിൻ ഡീനെയാണ് അറിയപ്പെടുന്നത്, റിക്കറ്റ്സിനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി
നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വിറ്റാമിനുകൾ കൂട്ടമാണ്. ഏതൊക്കെയാ? B1 വരുന്നുണ്ട്, B2 ഉണ്ട്. B1 എന്ന് പറഞ്ഞാൽ തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 എന്താ? B3 എന്ന് പറഞ്ഞാൽ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. പിന്നെ B5 പാൻഡോത്തനിക് ആസിഡ്, B5 എന്ന് പറഞ്ഞാൽ പാൻഡോത്തനിക് ആസിഡ്. B6 പെരിഡോക്സിൻ, B6 എന്ന് പറഞ്ഞാൽ പിരിഡോക്സിൻ. B7 ബയോട്ടിൻ, B9 എന്താ? ഫോളിക് ആസിഡ്, B9 ഫോളിക് ആസിഡ്. B12 എന്താ? സയനോകൊബാലമിൻ, B12 എന്ന് പറഞ്ഞാൽ സയനോകൊബാലമിൻ. അങ്ങനെ 8 തരം ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ് ഉള്ളത്. മനസ്സിലായോ? കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. അപ്പോൾ ബി കോംപ്ലക്സിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഡീ വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ സോഴ്സുകൾ ചോദിക്കാറുണ്ട്. വൈറ്റമിൻ ഇയുടെ പ്രധാന സോഴ്സാണ് മത്സ്യം, ക്യാരറ്റ്, ചീര, ചേമ്പില, മുരിങ്ങയില, പാലുൽപ്പന്നങ്ങൾ, കരള്, മുട്ട എന്നിവ. അതേപോലെ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം, സുവർണ്ണ നെല്ല്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സുവർണ്ണ നെല്ല്. അതായത് ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത നെല്ലിനുമാണെന്ത്? സുവർണ്ണ നെല്ലെന്ന് പറയുന്നത്. സുവർണ്ണ നെല്ല്. അടുത്ത വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി എന്തൊക്കെയുണ്ട്? മട്ടയരി, ചേമ്പില്ല, മുട്ട, ചീര, പാല്, മത്സ്യം, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, വൈറ്റമിൻ ബിയിൽ വരുന്നുണ്ട്. വൈറ്റമിൻ സി വന്നു കഴിഞ്ഞാൽ നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, പപ്പായ, മുരിങ്ങയില, ചക്ക, ഇതിനകത്തൊക്കെ എന്ത് വരുന്നുണ്ട്? വൈറ്റമിൻ സി വരുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് ഓർത്തോണം. പാല്, മുട്ട, ഇറച്ചി എന്നിവയിൽ വൈറ്റമിൻ സി ഇല്ല. ഇത് പ്രത്യേകം ഓർത്ത് വെച്ചോണം. മനസ്സിലായോ? അത് പാല്, മുട്ട, ഇറച്ചി എന്നിവയിൽ എന്തില്ല? വൈറ്റമിൻ സി ഇല്ല എന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ ഒക്കെ ഓർത്ത് വെച്ചോണം. വൈറ്റമിൻ ഡി എന്താ? മുട്ട, പാല്, പാലുൽപ്പന്നങ്ങൾ, മത്സ്യം ഒക്കെ വരുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇക്കകത്ത് വരുന്നതാണ് നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ, മുട്ട, പാല്, നെയ്യ്. അതായത് മുട്ടയുടെ മഞ്ഞ, കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞ. ഓക്കെ, പിന്നെ വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ ക്യാബേജ്, കോളിഫ്ലവർ, ഇതാണ് സ്ഥിരം ചോദിച്ചിട്ടുള്ളത്, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജലത്തിൽ ലയിക്കുന്നതും അല്ലാത്തതുമായ വൈറ്റമിനുകളെ കുറിച്ച് പറഞ്ഞു. അതായത് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് ബി ഗ്രൂപ്പും സിയും. എന്നാൽ എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കാറുള്ളൂ. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ചയിലൂടെ, അതാണ് ബാക്കിയുള്ള നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ രോഗാണുക്കൾ ശരീരത്തിൽ കടന്ന് ശരീരകലകളെ നശിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിൽ വൈറ്റമിനുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, വളരെ കുറച്ച് അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിലും വൈറ്റമിനുകളുടെ അഭാവം ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നുണ്ട്. ഇത് നമുക്കിനി നോക്കാനുണ്ട്. അപര്യാപ്ത രോഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ. അടുത്താണ് മിനറൽസ്, ഭക്ഷണത്തിലെ ധാതുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അനൗൺസ്മെൻ്റ് ആണ്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും, എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞൊരു അനൗൺസ്മെൻ്റ് ആണ്. പ്രത്യേകിച്ചും സ്കൂളുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിൽ ആഴ്ചതോറും അയൺ ടാബ്ലറ്റ്സ് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് പറയുന്ന പേരാണ് WIFS. മനസ്സിലായോ? വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ പ്രോജക്റ്റ്. അതായത് ആഴ്ചതോറും സ്കൂളുകളിൽ അയൺ ടാബ്ലറ്റ് നൽകുന്ന പദ്ധതിയാണെന്ത്? WIFS. ഓക്കെ, ഇതിനകത്ത് ധാതുക്കൾ പ്രധാനമായിട്ടുള്ളതാണ് ഇരുമ്പെന്ന് പറയുന്നത്, അയൺ. ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ, ഇതിനകത്തൊക്കെ എന്തുണ്ട്? ഇരുമ്പടങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളയാ? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഹീമോഗ്ലോബിൻ അറിയാലോ, RBCയിലുള്ള ഒരു വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ എന്തിനു വേണ്ടി സഹായിക്കുന്നു? ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്നയാളാണ് ആര്? ഹീമോഗ്ലോബിൻ. ആ ഹീമോഗ്ലോബിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന, അല്ലെ അളവ് കൂടാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് എന്ത്? അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാൽഷ്യം എടുത്തു കഴിഞ്ഞാൽ, കാൽഷ്യം മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യത്തിനകത്തൊക്കെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്.
എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഒരെണ്ണം കൂടെ പഠിച്ചു വെച്ചോണം, പേശികളുടെ സങ്കോചത്തിനും സഹായിക്കുന്നു എന്ന് ഓർത്തു വെച്ചോണം. പേശികളുടെ സങ്കോചത്തിനും സഹായിക്കുന്നുണ്ട്. അപ്പൊ കാൽസ്യത്തിന്റെ ധർമ്മം എന്തൊക്കെയാ? എല്ലിന്റെയും പല്ലിന്റെയും നിർമ്മാണം, രക്തം കട്ടപിടിക്കാൻ, പേശികൾ സങ്കോചിക്കാൻ. ഓക്കെ. ഇനി അയഡിന്റെ വരുമ്പോൾ എന്തുവാ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന്, അതായത് നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റാബോളിസം കറക്റ്റായിട്ട് നടത്തുന്ന ഗ്രന്ഥിയാണ് എന്ത്? തൈറോയ്ഡ് ഗ്രന്ഥി. ആ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നയാളാണ് ആര്? അയഡിൻ എന്ന് പറയുന്നത്. അയഡിന്റെ പ്രധാന സോഴ്സാണ് കടൽ വിഭവങ്ങൾ. അതേപോലെ തന്നിട്ടുള്ളതാണ് കുടിവെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ധാതു ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അയഡിനാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെച്ചോണം. ഇനി താണ്ട ഹീമോഗ്ലോബിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞിരിക്കുന്നത്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ അവസ്ഥയാണ് എന്ത്? അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് എന്ത്? അനീമിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അപ്പം ഹീമോഗ്ലോബിൻ്റെ ധർമ്മവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഓക്സിജനെ കൊണ്ടുപോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. അതായത് ശ്വസനവാതകങ്ങളുടെ സംവഹനം. ഓക്കെ. ഇനി ശരീരത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട ധാതുക്കളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ എന്ന് പറയുന്നത്. അതേപോലെ സിങ്ക്, കോപ്പർ, സെലീനിയം, ഫ്ലോറിൻ, കൊബാൾട്ട്, ക്രോമിയം, അയഡിൻ, ഇതൊക്കെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള ധാതുക്കളാണ്. അതായത് ധാതുക്കൾ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നതാണ് ധാതുക്കൾ. ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആരാ? ഈ ധാതുക്കളാണ്. ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ധാതുക്കളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന 16 തരം ധാതുക്കളാണ് ഉള്ളത്. ഈ 16 ധാതുക്കളെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥൂലധാതുവെന്നും സൂക്ഷ്മധാതുവെന്നും. സ്ഥൂലധാതുവെന്നും സൂക്ഷ്മധാതുവെന്നും. സ്ഥൂലധാതു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും 100 മില്ലിഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ, മനസ്സിലായോ? 100 മില്ലിഗ്രാം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടുന്ന ധാതുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ഥൂലധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ദിവസവും 100 മില്ലിഗ്രാം കുറവ് വേണ്ടുന്നത്, ദിവസവും 100 മില്ലിഗ്രാമിൽ കുറവ് വേണ്ടുന്ന ധാതുക്കളെ നമ്മൾ സൂക്ഷ്മധാതുക്കൾ എന്ന് വിളിക്കും. അതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ? സോഡിയം, പൊട്ടാസ്യം, അതേപോലെ കാൽഷ്യം, പിന്നെ ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഇതെല്ലാം സ്ഥൂലധാതുവിന് എക്സാമ്പിളാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? ദിവസവും 100 മില്ലിഗ്രാമിൽ കൂടുതൽ വേണം. മനസ്സിലായോ? ബാക്കി കൊടുത്തിട്ടുള്ള നോക്കിയേ, പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ് ഇരുമ്പ്, അതേപോലെ സിങ്ക്, കോപ്പർ, പിന്നെ സെലേനിയം, ഫ്ലോറിൻ, കൊബാൾട്ട്, അതേപോലെ ക്രോമിയം, അയഡിൻ, ഇത്രയൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളയാ? ഇതെല്ലാം സൂക്ഷ്മധാതുക്കൾ. അതായത് ദിവസം നമുക്ക് എന്ത് മതി? 100 മില്ലിഗ്രാമിൽ കുറവ് മതി. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇരുമ്പാണ്. നമ്മുടെ എല്ലാം കാഴ്ചപ്പാടിൽ ഇരുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നത് കൊണ്ട് സ്ഥൂലധാതുവായിട്ട് കണക്കാക്കും. അപ്പം ഇരുമ്പ് എന്താണ്? അതൊരു സൂക്ഷ്മധാതുവാണ്. നമുക്ക് ദിവസം 100 മില്ലിഗ്രാമിൽ കുറവ് മതി. ആര്? ഈ പറഞ്ഞ ഇരുമ്പിന്. ഓക്കെ. ഇനി അപര്യാപ്ത രോഗങ്ങളാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. അപര്യാപ്ത രോഗങ്ങൾ നോക്കിക്കേ. വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗമാണെന്ത്? നിശാന്തത. അതേപോലെ തന്നെ ഓർത്ത് വയ്ക്കേണ്ടതാണ് സിറോഫ്താൽമിയ. നിശാന്തതയും വരുന്നുണ്ട്, സിറോഫ്താൽമിയയും വരുന്നുണ്ട്. നിശാന്തതയും സിറോഫ്താൽമിയയും. നിശാന്തത എന്ന് പറഞ്ഞാൽ എന്താ? മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത്? നിശാന്തത എന്ന് പറയുന്നത്. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥ, അതാണ് സിറോഫ്താൽമിയ. ഇനി വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഗ്ലോസറ്റീസ് എന്ന് പറഞ്ഞാൽ നാവിനുണ്ടാകുന്ന വീക്കമാണ്. നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് ഗ്ലോസറ്റീസ്. പിന്നെ വായ്പുണ്ണ്, ഇതെല്ലാം എന്താ? ബിയുടെ അപര്യാപ്ത രോഗമാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരെണ്ണമാണ് ബെറിബറി.
മനസ്സിലായോ? അപ്പോൾ ബി എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും തരുന്ന ആരെയാ? ബെറിബറിയാണ്. നമ്മുടെ ഈ പറഞ്ഞ ഗ്ലോസറ്റീസ്, ചിലോസിസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലയോ, ഇതൊക്കെ യഥാർത്ഥത്തിൽ B2 പര്യാപ്ത രോഗമായിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? വായ്പുണ്ണ്, ഗ്ലോസറ്റീസ്, ചിലോസിസ്, മജന്ത ടങ്, ഇതെല്ലാം എന്തിൻ്റെ അപര്യാപ്ത രോഗമാണ്? B2, അതായത് റൈബോഫ്ലാവിൻ്റെ അപര്യാപ്ത രോഗമാണ്. നമ്മൾ B1 എന്നോ B എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ പറയാറുള്ളത് ആരാ? എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ആരെ തന്നെ? ബെറിബറിയാണെന്ന് ഓർമ്മ വെച്ചോണം. ഓക്കെ. ഇനി വൈറ്റമിൻ സിയുടെ മോണയിൽ നിന്നുള്ള രക്തസ്രവം, അതാണ് സ്കർവി. സ്കർവി അറിയപ്പെടുന്ന ഒരു വിശേഷണം ഉണ്ടെന്ത്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ആരാ? സ്കർവിയാണ്. ഇനി വിറ്റാമിൻ ഡിയുടെ മറ്റൊരു ഒരു അപര്യാപ്ത രോഗമാണ് കണ എന്ന് പറയുന്നത്. കണ ഒരെണ്ണം കൂടെ ഓർത്ത് വെച്ചോണം. ഓസ്റ്റിയോ മലേസിയ. അതായത് കണ ഉണ്ടാകുന്ന കുട്ടികളിലാണെങ്കിൽ ഓസ്റ്റിയോമലേസിയ ഉണ്ടാകുന്ന ആരില്ല? മുതിർന്നവരിലാണ്. മനസ്സിലായോ? അതായത് ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞ് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കിനും നമ്മുടെ അസ്ഥികൾക്ക് ദുർബലമായിട്ട് പൊടിയാൻ തുടങ്ങും. പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് എന്ത്? ഈ ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നിശാന്തത കൊടുത്തിട്ടുണ്ട്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയും നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. ഓക്കെ. അത് പകൽ സമയത്തും രാത്രിയിലെ നല്ല വെട്ടമുള്ള സമയത്തൊന്നും വലിയ പ്രശ്നം വരത്തില്ല. ഇത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ പറ്റാത്തതാണ് എന്ത്? നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ധാതുക്കളുടെ അപര്യാപ്തത മൂലം, നമ്മൾ ഇരുമ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, അനീമിയാണ്. ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ എന്ന് പറയുന്നത്. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ് എന്ത്? ഗോയിറ്റർ. നമ്മൾ പറഞ്ഞായിരുന്നു അയോഡിൻ എന്തിനു വേണ്ടിയിട്ടുള്ളയാ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടുന്നതാണ് ആര്? അയഡിൻ എന്ന് പറയുന്നത്. ഈ അയഡിൻ്റെ കുറവ് വരുമ്പോഴത്തേക്കിനും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നമ്മൾ എന്ത് ചെയ്യും? കോശങ്ങൾ വിഭജിച്ച് അവിടെ ഒരു വീക്കം ഉണ്ടാകും. സെൽ ഡിവിഷൻ നടന്ന ഒരു വീക്കം ഉണ്ടാവും. ആ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന വീക്കമാണ് എന്ത്? ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതേപോലെ കാൽഷ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും മുതിർന്ന സ്ത്രീകളിലാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതിന് പ്രധാന കാരണം ഈസ്ട്രജൻ്റെ കുറവാണ്. അപ്പോൾ ഈസ്ട്രജൻ്റെ കുറവ് മൂലവും ഈ പറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്തും വരുന്നുണ്ട്? കാൽഷ്യത്തിൻ്റെ കുറവ് മൂലവും ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? അതായത് അസ്ഥികൾ ദുർബലമായിട്ട് ഒടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൻ്റെ പ്രധാന കാരണത്തിൽ ഒന്നും കൂടെ ഓർത്തു വെച്ചോണം. എന്താ? ഈസ്ട്രജൻ്റെ കുറവ്. അതായത് ഇത്രയും ഓർത്താൽ മതി. ഈ പ്രായമായ അമ്മൂമ്മമാർ, നമ്മളൊക്കെ രാവിലെ എണീക്കുമ്പോൾ വീട്ടിൽ അമ്മ വന്ന് പറയും, നമ്മുടെ അപ്പുറത്തെ അമ്മൂമ്മ മറിഞ്ഞു വീണ് ചെറിയ പൊട്ടലൊക്കെ ഉണ്ടെന്ന് പറയും, അല്ലയോ? അപ്പൂപ്പം മറിഞ്ഞു വീണ് പൊട്ടലുള്ള കഥ നമ്മൾ അത്രയും കേട്ടിട്ടില്ല. കൂടുതലും കേൾക്കുന്ന ആരെയാ? അമ്മൂമ്മമാർ വീണ് പൊട്ടലൊക്കെ ഉള്ള കഥകളാണ് കൂടുതൽ കേൾക്കിട്ടുള്ളത്, അല്ലയോ? അപ്പോൾ അത് വെച്ചിട്ട് ഓർത്താൽ മതി. മുതിർന്ന സ്ത്രീകളിലാണ് ഈ പ്രശ്നം കൂടുതൽ വരുന്നത്. അവരിൽ വരാൻ കാരണം ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? മറ്റൊരു കാരണമാണ് കാൽഷ്യത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്. ഓക്കെ. ഓസ്റ്റിയോപൊറോസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളിൽ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. അല്ലെങ്കിൽ അസ്ഥികളും എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ, തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ഓക്കെ. ഇത്രയും ഓർത്തു വെച്ചോണം. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്തുവാ? പോഷക ഘടകങ്ങളെ പറ്റിയാണ്. ഇനി നമുക്ക് ആരെ നോക്കാനുണ്ട്? പോഷകേതര ഘടകങ്ങളെ പറ്റി നോക്കാനുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ജലവും അതേപോലെ ഫൈബർ എന്നൊക്കെ പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, ജലം എന്ന് പറയുന്ന ഒരു പോഷക ഘടകമായിട്ട് കൂട്ടത്തില്ല എങ്കിലും അതൊരു പോഷകേതര ഘടകമാണ്. നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു പോഷകേതര ഘടകമാണ്. അതേപോലെ തന്നെ നാരുകളും. ഓക്കെ. നമുക്ക് നോക്കാം. നാരുകൾ എടുത്തു കഴിഞ്ഞാൽ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. മനസ്സിലായോ? അപ്പോൾ വൻകുടലിൽ നിന്നുള്ള വിസർജ്യ വസ്തുക്കൾ സുഗമമായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു പോഷകേതര ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബറാണ്. മനസ്സിലായോ? തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ്, ഇതെല്ലാം എന്ത് അടങ്ങിയിട്ടുണ്ട്? ഫൈബർ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്നതാണ് ജലം. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% എന്താണ്?
ജലമാണ് നമുക്കറിയാം. 70% എന്ത് വരുന്നുണ്ട്? ജലം വരുന്നുണ്ട്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. ഓക്കെ, അപ്പം കുട്ടികളൊക്കെ ആകുമ്പം 10 തൊട്ട് 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറഞ്ഞ തക്കാളി, വെള്ളരി, തണ്ണിമത്തനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെയും നമുക്ക് നല്ല രീതിയിൽ ജലം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നാരുകളായാലും ജലമായാലും എന്ത് തന്നെ, അത് രണ്ടും പോഷകേതര ഘടകങ്ങളാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയുന്നതാണ് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഫുഡ് പ്ലേറ്റ്, നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ആഹാരക്രമം, ആരോഗ്യപ്രദമായിട്ടുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് ആഹാരക്രമം ആണ് നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫുഡ് പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എന്തായിരിക്കണമെന്നാണ് പറയുന്നത്? പകുതി എന്തായിരിക്കണം? എന്താ ഈ ഒരു പകുതി നോക്ക്. ഈ ഒരു പകുതി എന്താ? പഴങ്ങളും പച്ചക്കറികളും നിറഞ്ഞതാ. മനസ്സിലായോ? ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്? പഴങ്ങളും പച്ചക്കറികളും വരുന്നതാണ് പകുതി എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നൊരു കാൽഭാഗം എന്ത് വരുന്നുണ്ട്? ധാന്യങ്ങൾ വരുന്നുണ്ട്, ഇല്ലയോ? ധാന്യങ്ങൾ വരുന്നുണ്ട്. പിന്നൊരു കാൽഭാഗം നമ്മൾ പറയുന്നത് പ്രോട്ടീൻസ് ആയിട്ടാണ്. പിന്നൊരു കാൽഭാഗം എന്ത് വരുന്നുണ്ട്? മാംസ്യമടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയും. മനസ്സിലായോ? അതിനകത്ത് ചെറിയൊരളവിൽ മാത്രമാണ്, ഇത്രയൊരളവിൽ മാത്രമാണ് കൊഴുപ്പ് വരുന്നത്. ബാക്കി ഇത്രയും വരുന്ന എന്തിനകത്ത് വരുന്നുണ്ട്? ഈ പറഞ്ഞ പ്രോട്ടീൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ, ഇത്രയും ചേരുന്നതാണ് എന്ത്? ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് പ്ലേറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എക്സാമിന് വേണേൽ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വേണേൽ ചോദിക്കാവുന്നേ ഉള്ളൂ. ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗം എന്ന് പറയുന്നത് ധാന്യങ്ങളടങ്ങിയ ഭക്ഷണങ്ങളും, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, പിന്നെ ഒരു ഗ്ലാസ് എന്ത് ചെയ്യുന്നു? പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു ടേമാണ് കലോറി എന്ന് പറയുന്നത്. നമുക്കറിയാം കലോറി കുറയ്ക്കണം, ബേൺ ചെയ്യണം എന്നൊക്കെ പറയത്തില്ലയോ? അപ്പോൾ ഭക്ഷണത്തിലെ ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലോറി എന്ന് വിളിക്കുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2000 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പം നമ്മൾ അത്യാവശ്യം ശരീരം അനങ്ങി പണിയെടുക്കുന്നവർക്കൊക്കെ എത്ര വേണമെന്നാണ് പറയുന്നത്? 1900 മുതൽ 2400 കലോറി വരെ ഊർജം വേണമെന്നാണ് പറയുന്നത്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ. അത്യാവശ്യം ശരീരം അനങ്ങി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എത്ര വേണം? 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണമെന്നാണ് പറയുന്നത്. ഒരു മുതിർന്ന കുട്ടി എടുക്കുകയാണെങ്കിൽ പ്രതിദിനം 1200 മുതൽ 1400 കലോറി വരെ ആവശ്യമാണ്. മനസ്സിലായോ? എത്ര? 1200 മുതൽ 1400 കലോറി വരെ ഒരു മുതിർന്ന കുട്ടിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്, കലോറിയുടെ അളവെന്ന് പറയുന്നത്. അപ്പോൾ കലോറി എന്താണെന്ന് ഓർത്ത് വെച്ചോണം. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണെന്ത്? കലോറി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായ? ഭക്ഷണത്തിലൂടെയുള്ള ആരോഗ്യം, അങ്ങനെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് അതായിരുന്നു, ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് വരുന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാലോ? പോഷക ഘടകങ്ങളെക്കുറിച്ചും പോഷകേതര ഘടകങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും 6ാം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം വീണ്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.